അപ്പോഴേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് റാസ്ബെറി ജാം ആട്ടോ. സോ ലെറ്റ്സ് മേക്ക് സം റാസ്ബെറി ജാം. സോ ഗൈസ്, റാസ്ബെറി ജാം ഉണ്ടാക്കാൻ ഞാനിവിടെ കുറച്ച് റാസ്ബെറി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗാർഡനിൽ നിന്ന് പറിച്ച റാസ്ബെറീസ് ആട്ടോ ഇത്. ഈ റാസ്ബെറിയിൽ ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഷുഗറും 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ആഡ് ചെയ്തേ. അത് കഴിഞ്ഞ് നമുക്ക് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് സ്റ്റർ ചെയ്യുക. ഫ്ലെയിം ഇൻക്രീസ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണേ, പിന്നെ സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കണം, കാരണം ചിലപ്പം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ വാട്ടറി കണ്ടന്റ് ഒക്കെ റിലീസ് ആവും കേട്ടോ. നമ്മുടെ സ്ട്രോബെറിയുടെ ജ്യൂസ് എല്ലാം ഇങ്ങനെ ഇറങ്ങി വരുവേ. അപ്പം നല്ല വാട്ടറിഷ് ആവും കേട്ടോ. ഇത് കണ്ടോ, എന്ത് നല്ല ഭംഗിയല്ലേ, എന്ത് നല്ല കളറാണ് നോക്കി. ബ്ലഡി റെഡ് കളറാണിത്. ഇങ്ങനെ സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക, അടി പിടിക്കും, അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ഒത്തിരി തിക്കാതെ നോക്കണേ. ഒത്തിരി തിക്കായാലും നമുക്ക് എന്താ പറയുക, ഭയങ്കര കട്ടിയായിരിക്കും, നമുക്ക് ബോട്ടിൽ നിന്നൊക്കെ എടുക്കാൻ കേട്ടോ. ഈ കൺസിസ്റ്റൻസിക്ക് ഓക്കെ ആണ്. പിന്നെ നമുക്ക് ഒരു കാര്യം സൂക്ഷിക്കണം, ചൂടോടെ ഒരു ബോട്ടിലോട്ട് മാറ്റാം കേട്ടോ. കാരണം തിക്ക് ആവും, കുറച്ച് കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പം തിക്കായാൽ നമുക്ക് ബോട്ടിലോട്ടൊക്കെ മാറ്റാൻ പാടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ റാസ്ബെറി ജാം റെഡി. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ജാം അത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സീ യു ഗൈസ്, ബൈ.